കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ വിശാഖപട്ടണത്ത് കണ്ടെത്തിയെന്നുള്ള വാർത്ത ഇന്നലെ രാത്രി വൈകി വന്നു. 24 പ്രതിനിധി അലക്സ് റാം മുഹമ്മദിൻ്റെയും അഭ്യർത്ഥന പ്രകാരം വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകർ ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞ ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയത്. പെൺകുട്ടിയെ കണ്ടെത്തി. സഹോദരിയുമായി വഴക്കിട്ടതിന് മാതാവ് ശകാരിച്ചതിന്റെ വിഷമത്തിൽ അസം സ്വദേശിയുടെ മകൾ വീട് വിട്ടിറങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ 9:30-യോടെ. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് വിശാഖപട്ടണം വോൾട്ടയർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തിയത്. ക്ഷീണിതയായ കുട്ടി ബർത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ അവരുടെ കുട്ടിയാണെന്ന് അവകാശപ്പെട്ടെങ്കിലും കുട്ടിയെ ഉപേക്ഷിക്കാൻ മലയാളികൾ തയ്യാറായില്ല. ഫോട്ടോയും വസ്ത്രവും താരതമ്യം ചെയ്ത് കുട്ടിയെ തിരിച്ചറിഞ്ഞു. പിന്നീട് RPF-നെ വിവരമറിയിച്ചു. വിശാഖപട്ടണം ഇതില് നമ്മുടെ താമ്പരം സന്തരാഗാന്ധി ട്രെയിനില് അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ കമന്ന് കിടക്കുകയായിരുന്നു. ക്ഷീണിതയാണ്. ഇപ്പൊ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. 24-ല് നമ്മുടെ അലക്സ് വിളിച്ചിരുന്നു, റിപ്പോർട്ടർ. അപ്പോൾ റിപ്പോർട്ടർ അലക്സ് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ട്രെയിനിൽ സംശയം ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു 10-15 പേരുണ്ട്. ഞങ്ങള് മലയാളി സമാജത്തിന്റെ ആളുകൾ പേടിച്ചിരിക്കുകയാണ്. വേറെ കൂടെ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ കുട്ടിയാണെന്നാണ് ആദ്യം പറഞ്ഞത്. അത് അവര് സന്തരാഗഞ്ച് പോകുന്ന ആളുകളാണ്. പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതുവരെ വെള്ളം മാത്രം കുടിച്ച് വിശപ്പ് പിടിച്ചു നിർത്തിയ കുട്ടി കഴിക്കാൻ ചോദിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി. വീഡിയോ കോൾ വഴി വീട്ടുകാർ കുട്ടിയുമായി സംസാരിച്ചു. ഹലോ മകോ. കുട്ടി നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ്. ഇന്ന് വിശാഖപട്ടണത്തെത്തുന്ന മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറും. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 1 മാസം മുമ്പാണ് അസം സ്വദേശികളായ കുടുംബം കഴക്കൂട്ടത്ത് എത്തിയത്. ചൊവ്വാഴ്ച രാവിലെ വീട് വിട്ടിറങ്ങിയ കുട്ടി തമ്പാനൂരിൽ നിന്ന് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിലാണ് യാത്ര തുടങ്ങിയത്. 24 പ്രേക്ഷക നൽകിയ ചിത്രത്തിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. കുട്ടി അതേ ട്രെയിനിൽ നാഗർകോവിൽ വരെ എത്തിയെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായി. പിന്നീടാണ് ചെന്നൈയിലേക്ക് പോയത്. ചെന്നൈ എഗ്മോറിൽ ഇറങ്ങിയ കുട്ടി ട്രെയിൻ മാറി കയറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. അറിവിൻ മീഡിയയിൽ നിന്ന് ഒരു സന്ദേശം. SK24 ഇടപെടൽ വളരെ നന്നായി. 1000 നന്ദി 24 എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നന്ദിയേക്കാൾ ഈ കുട്ടി കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നലെ തന്നെ ചില പ്രേക്ഷകരൊക്കെ നമ്മോട് ചോദിച്ചിരുന്നു, എന്തിനാണ് നിങ്ങൾ ഇത്രയധികം സമയം ഈ കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി കൊടുക്കുന്നത്, മറ്റു വാർത്തകൾ എടുക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ വളരെ നിശ്ചിതമായി തന്നെ വിമർശിച്ചു. ആ വിമർശനം നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അതേസമയം നിങ്ങൾ അറിയണം, നമ്മൾ ഇടതടവില്ലാതെ ഈ വാർത്തയ്ക്ക് പിന്നാലെ പോയതുകൊണ്ട് 24-ൻ്റെ വാർത്ത കണ്ട ട്രെയിനിൽ സഞ്ചരിച്ച ബബിതയെ ഈ ഫോട്ടോ പോലീസിന് കൈമാറുകയും ആ അന്വേഷണമാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ മറ്റു രീതിയിൽ കാരണമായതും കാര്യം. പിന്നീട് നമ്മുടെ പ്രതിനിധി തന്നെ അലക്സ് റാം മുഹമ്മദാണ് ഈ വിശാഖപട്ടണത്തേക്ക് പോകുന്ന ട്രെയിനിൽ ഈ കുട്ടിയുണ്ടോ എന്ന് സംശയം തോന്നിയിട്ട് അവിടുത്തെ മലയാളി സമാജത്തെ പ്രവർത്തകരോട് നിരന്തരം പറഞ്ഞ് അന്വേഷിച്ച് ട്രെയിനിലാകെ തെരച്ചിൽ നടത്തി അവസാനം ആ പെൺകുട്ടി കണ്ടെത്തിയത്. ഒരുപക്ഷെ നമ്മുടെ വാർത്താ പ്രതിനിധി വളരെ നിർണായകമായൊരു പങ്കാണ് വഹിച്ചത്. ഈ മലയാളി സമാജമാണ് ശരിക്കും അവസാനം തെരച്ചിലൊടുവിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. ആ കുട്ടിയെ കണ്ടെത്തുമ്പോൾ മറ്റു കുറേ സ്ത്രീകൾ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം അവർ അവകാശപ്പെട്ടു ഞങ്ങളുടെ കുട്ടിയാണ്. എന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പിന്മാറിയെന്നാണ് മലയാളി സമാജം പ്രവർത്തകരായ ഹരിദാസും ഒക്കെ നമ്മോട് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അലക്സ് റാം മുഹമ്മദിൻ്റെ നിരന്തരമായ ഇടപെടലും ഈ വാർത്തയ്ക്ക് ഒരു നല്ല ശുഭപര്യവസാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതും അപ്പോൾ പ്രേക്ഷകർ ആലോചിക്കേണ്ട, നമ്മൾ കുറച്ച് എയർ ടൈം നമുക്ക് പോയി, അതേസമയം ഒരു വിലപ്പെട്ട ജീവൻ, ഒരു കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. കാരണം ഇക്കാലമല്ലേ, ആസുരകാലത്ത് എന്തും സംഭവിക്കാമായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. ഭാഗ്യം, ആ കുട്ടിയെ കണ്ടെത്തി.